നമസ്തേ. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ദ്വാദശിയാണ്. ഇന്ന് എന്താണ് ചെയ്യേണ്ടത്? വിഷ്ണു ധർമ്മോത്തരം പറയുന്നു, ദ്വാദശിന് നമ്മൾ വിഷ്ണുവിന്റെ ആയുധങ്ങളെയും വാഹനങ്ങളെയും ഉൾപ്പെടെ ധ്യാനിക്കുകയും ആദരിക്കുകയും പൂജിക്കുകയും ചെയ്യണമെന്നാണ്. ഏകാദശി വ്രതം എടുക്കുന്നവരുടെ സർവ്വപാപങ്ങളും സുദർശന ചക്രം നശിപ്പിക്കുമെന്നാണ് പത്മപുരാണത്തിൽ പറയുന്നത്. ഇങ്ങനെ പാപമോഷത്തിൽ വരുന്ന വിഘ്നങ്ങൾ നശിപ്പിക്കാനായി ഗരുഡനു കഴിയുമെന്ന് ഗരുഡ പുരാണത്തിലും പറയുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ചില ഗരുഡ സുദർശന മന്ത്രങ്ങളും ധ്യാനങ്ങളും സ്തുതികളും ഒക്കെ നോക്കാം. ഇത് നിങ്ങളുടെ ഏകാദശി വ്രതത്തെ പരിപൂർണതയിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മന്ത്രങ്ങൾ നോക്കാം. ആദ്യം സുദർശന ധ്യാനമാണ് പറയുന്നത്. ധ്യാനം ഇതാണ്: കൽപ്പാന്താക പ്രകാശം ത്രിഭുവനമഖിലം തേജസാ പൂരയന്തം രക്താശാം പിംഗകേശം രിപുകുലഭയദം ഭീമദംഷ്ട്രാട്ടഹാസം ചക്രം ശംഖം ഗദാബ്ജേ പൃഥുതരമുസലം ചാപപാശാകുശാൽ സ്വൈ വിഭ്രാണാം ദോർവിരാദ്യം മനസ്സി പുരരിപും പാപയേത് ചക്രസംയം. അതായത് സൂര്യനെ പോലെ പ്രകാശം പരത്തുന്നവനും തേജസാൽ ത്രിഭുവനങ്ങളെ നിറയ്ക്കുന്നവനും, ചുവന്ന കണ്ണുകൾ, വലിയ ദംഷ്ട്രകൾ, മുടി, ശത്രുക്കൾക്ക് ഭയം ജനിപ്പിക്കുന്നവനും, കയ്യിൽ ശംഖ്, ചക്രം, ഗദ, താമര, വില്ല് എന്നിവ ധരിക്കുന്നവനുമായ ചക്രസ്വരൂപിയായ ശ്രീ സുദർശനാമൂർത്തിയെ ഞങ്ങൾ നമസ്കരിക്കുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം. അടുത്തത് സ്തുതിയാണ്. സ്തുതി പറയാം. സുദർശന മഹാജ്വാല പ്രസീത ജഗദാപതേ തേജോരാശേ പ്രസീതത്വം കോടി സൂര്യാമിത പ്രഭ അജ്ഞാന തിമിര ധ്വംസിൻ പ്രസീത പരമാത്ഭുത സുദർശന നമോസ്തേസ്തു ദേവാനാത്വം സുദർശനം. ഇനി ഇത് കൂടാതെ ഒരു മന്ത്രം കൂടെ നമുക്ക് ജപിക്കാവുന്നതാണ്. മന്ത്രം ഇതാണ്: ഓം സഹസ്രാര ഹും ഫട്ട്. സുദർശന മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ്. അടുത്തത് ഗരുഡ ധ്യാനം നോക്കാം. അമൃത കലശഹസ്തം കാന്തി സമ്പൂർണ്ണ ദേഹം സകല വിബുധ വന്ധ്യം വേദശാസ്ത്രൈര ചിന്ത്യം കനകരുചിര പക്ഷയൂഥം ആനാണ്ടഗോളം സകല വിഷവിനാശം ചിന്തയെ പക്ഷിരാജം. അതായത് കയ്യിൽ അമൃതകുംഭം ധരിച്ചവനും മനോഹരമായ ദേഹമുള്ളവനും ദേവാദിദേവന്മാരാൽ വന്ദിക്കപ്പെടുന്നവനും ശാസ്ത്രങ്ങൾക്ക് പോലും അചിന്യനായിരിക്കുന്നവനും തന്റെ സ്വർണ്ണ ചിറകുകളാൽ ബ്രഹ്മാണ്ടഗോളത്തെ ഇളക്കുന്നവനും സകല വിഷങ്ങളെ നശിപ്പിക്കുന്നവനുമായ പക്ഷിരാജനെ ഞാൻ നമസ്കരിക്കുന്നു എന്നതാണ്. അടുത്തത് സ്തുതി നോക്കാം. ഓം കുങ്കുമാങ്കിത വർണ്ണായ കുന്ത്രന്തു ധവളായ ച വിഷ്ണു വാഹനമസ്തുഭ്യം പക്ഷിരാജായതേ നമ. കൂടാതെ ഈ ഒരു മന്ത്രം കൂടി ജപിക്കാവുന്നതാണ്. ക്ഷിപ ഓം സ്വാഹ. ഈ മന്ത്രങ്ങളൊക്കെ നമുക്ക് കഴിയുന്നത്ര തവണ ജപിക്കാവുന്നതാണ്. ഗരുഡമൂർത്തിയെ ധ്യാനിക്കുന്നതിലൂടെ നമ്മുടെ വീട്ടില് വിഷജീവികളുടെ ശല്യം ഉണ്ടാവുകയില്ല, പ്രത്യേകിച്ച് പാമ്പ് അങ്ങനെ. അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിലുള്ള സർപ്പദോഷം കുറയ്ക്കുന്നതിനും ഗരുഡമൂർത്തിയെ ധ്യാനിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്.